രണ്ട് താരങ്ങൾ പടക്കമൊക്കെ മേടിക്കാൻ പോയിട്ട് വരുന്നുണ്ട്. അങ്ങനെ പറ്റി പറഞ്ഞു അമ്മ ഇന്ന് തലതല്ലി പൊട്ടിക്കും, അതിനുള്ള വകുപ്പ് നീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. കൊറേ ഉണ്ടോ? കൊറേ ഒന്നും മേടിച്ചൊന്നുമില്ല, ആണോ? വലിയ പൊട്ടുന്നൊന്നും മേടിച്ചില്ല. എന്താ വെച്ചാ ഒരു വട്ടം ഞാൻ ചേച്ചി ഉണ്ടായിരുന്നു ഈ മത്താപ്പൂല് മണ്ണിന്റെ പൊങ്ങുന്ന ആ സാധനം പൊട്ടിത്തെറിക്കുന്ന ഞങ്ങൾ കണ്ട്. അത് പിന്നെ നമ്മൾ അങ്ങനത്തെ അധികം ഉപയോഗിക്കാറില്ല. കൂടുതലും പിള്ളേർക്ക് മാറുന്ന കമ്പത്തിരി കഴിഞ്ഞതിന്റെ മുമ്പത്തെ പ്രാവശ്യം കുറച്ച് പടക്കം മേടിച്ചു, പിന്നെ കുറച്ച് കേക്ക് മേടിച്ചു. ഇങ്ങോട്ട് അങ്ങോട്ട് പോകുന്ന വഴിക്കല്ല എല്ലാ വീട്ടിലും പടക്കം പൊട്ടിയില്ല. അപ്പം മൂവാറ്റുപുഴയെന്ന് അച്ഛനൊക്കെ വിളിച്ചായിരുന്നു. അവിടെയും ആഘോഷങ്ങൾ തുടങ്ങി. കൊച്ചുമക്കളും മോളും ഒക്കെ ഉണ്ട് അവിടെ. ഒരാൾ വന്നിട്ടുണ്ട്, അഞ്ജലിയുണ്ട്. അപ്പോൾ അവിടെ അടിച്ചു പൊടിച്ചുകൊണ്ടിരിക്കുന്നു. അവര് മൂവാറ്റുപുഴയിൽ അവരെല്ലാം കൂടെ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷെ എന്നാ ക്രിസ്മസ് ആയതുകൊണ്ട് അഞ്ജലി ചേച്ചി അങ്ങോട്ട് ചെന്നു. പിന്നെ അവരുടെ ബന്ധത്തിലുള്ള ആരും മരിച്ചിട്ടില്ല, ദിവസമായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും വരവ് വേണ്ടെന്ന് വെച്ചത്. നല്ല ഒരു ഉറപ്പായും വന്നേനെ. അപ്പം ഇനിയിപ്പം അടുത്ത് ഞാനും കൊച്ചു എന്നാണ് വരുന്നത്, നമുക്ക് എല്ലാം കൂടെ കൂടാം. മാർച്ച് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാം കൂടെ കൂടാം. അതെ, കൂടാൻ പറ്റുന്ന വിശ്വസിക്കുന്നു. താൻ എന്നതാ മേടിച്ചേ? ഞാൻ നമുക്ക് നാളത്തേനുള്ള ബിരിയാണി, പിന്നെന്താ ലൈറ്റ് ഒക്കെ മേടിച്ചു. ബിരിയാണി അരി. ഞാനോർത്തിന് ബിരിയാണി കടയിൽ നിന്ന് മേടിച്ചോണ്ടോ. ഓക്കെ, ഞങ്ങൾ കൊണ്ടുവെക്കട്ടെ. പപ്പായും ലൈറ്റ് ഇടാനൊക്കെ വേണ്ടി എൻ്റെ കൂടെ കൂടിയായിരുന്നു. മാളക്കുട്ടി ഉണ്ടായിരുന്നു. അമ്മ മാത്രം അടുക്കള ചിക്കൻ കറി വെക്കുന്നതിന്റെ തിരക്കായോണ്ട് അമ്മ കണ്ടില്ല. വാ അമ്മ, ആദ്യം ഞാൻ ഇറങ്ങി വന്ന സെക്ഷൻ ഓർമ്മയുണ്ടോ അമ്മയ്ക്ക്? ഇവര് മറ്റേ ബേസ്ബോൾ പിടിച്ചിട്ട് എന്നാ ചെയ്യണമെന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന ആ സമയം. വാ വാ ഇതാണ് നമ്മുടെ പുൽക്കൂടത്തെ എല്ലാം സമ്പൂർണ്ണമായിട്ടില്ല, കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് ചെയ്യാനുണ്ട്. അതിന്റെ രൂപങ്ങളൊക്കെ എടുത്ത് വെക്കണം അല്ലേ? ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കുറച്ചമ്മേ നമ്മൾ ഇത് കൂടെ LED ബൾബേ നമ്മുടെ കേടായിപ്പോയി, നമ്മൾ വേറെ മേടിച്ചിട്ടുണ്ടെന്ന് കേട്ടോ. അപ്പം കുട്ടമ്മൻ്റെ ചെടികള് എൻ്റെ ചെറിയ കലാവിരുതാണ്. ഇതൊക്കെ ഇതൊരു മരം തന്നെയാണ് കേട്ടോ, ഒറിജിനലാണ്, അല്ലാതെ പ്ലാസ്റ്റിക് ഒന്നും അല്ല. പിന്നെ ഇത് കാണുമ്പോൾ അറിയാലോ, ഇതെല്ലാം നാച്ചുറൽ കേട്ടോ. നമുക്ക് നാച്ചുറൽ വിട്ടിട്ടൊരു പരിപാടി നമുക്കിവിടെ ഇല്ല. അപ്പം നമ്മുടെ ചെടികളെല്ലാം നാച്ചുറലാണ്. നല്ല ഡെയ്സി ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്, കർപ്പൂര ചെടിയുണ്ട്. പിന്നെ ഇത് ഞാൻ എൻ്റെ കൊച്ചിനെ കൊണ്ടൊരു ക്രിസ്മസ് ട്രീ കേട്ടോ, അത് വെറൈറ്റിയാണ്. ഇതുണ്ടോ? കൊള്ളാല്ലേ? പണിത് നമ്മൾ സെറ്റായല്ലേ? വാ, എല്ലാം നല്ല സെറ്റാണ്. എങ്ങണ്ടമ്മേ? ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നാന്നറിയോ, ഞാൻ പപ്പായും മോളും തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ നീ ഇല്ലായിരുന്നല്ലോ. നീ പരീക്ഷയ്ക്ക് പഠിക്കുവാണല്ലോ എന്നോർത്ത് ഇങ്ങനെ മനസ്സിലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവരെ എങ്ങനെയാക്കി തീർക്കും, ഈ ബേസ്ബോർഡും കൊണ്ട് ഇവർക്ക് നല്ലോണം തിട്ടവറ. കൊച്ചുള്ളതുകൊണ്ട് പിന്നെ ഒരുമാതിരി നല്ലതായിട്ട് ഉണ്ടാക്കുമെന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെയില്ല കേട്ടോ, എന്നാലും ഇത്ര ഭംഗിക്കൊന്നും വരികയെന്ന് എനിക്കറിയായിരുന്നു. എന്നാൽ അറിയാവുന്ന പോലെ ഒരു ചെറുത് ഉണ്ടാക്കി വെക്കട്ടെന്നാണ് ഞാനും മനസ്സിൽ കരുതിയത്. പക്ഷേ നീ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് നമ്മുടെ ചെടികളെല്ലാം കൊണ്ടുവച്ച് അത് അതിമനോഹരമായിട്ട് തന്നെ, അതായത് യഥാർത്ഥത്തിൽ ഒരു ചെറിയ പുൽക്കൂട് എങ്ങനെയാണോ അത് അതുപോലെ തന്നെ വർണ്ണനയായിട്ട് കൊണ്ടുവന്നു. ഈ കുട്ടമ്മോനും ഒത്തിരി കഷ്ടപ്പെട്ടു. കുട്ടമ്മോൻ കമ്പും കാലും എല്ലാം വെട്ടി തന്നില്ല. അല്ല, പപ്പായുടെ മെയിൻ കൺസെപ്റ്റ് എങ്ങനെയാണെന്നറിയോ? പപ്പായുടെ എന്തിനും ഇപ്പം എല്ലാ വർഷം പപ്പ പുൽക്കൂട് പണിയാന്നുണ്ട് പപ്പ തന്നെ മുൻഗണന എടുക്കും. പുല്ലെല്ലാം വെട്ടും, വേണ്ട കമ്പും അനുധാരികളും എല്ലാം പപ്പ സെറ്റാക്കും. ബാക്കി ക്രിയേറ്റിവിറ്റി കുറച്ചിരി, അപ്പം ബാക്കി നമ്മൾ സെറ്റായിക്കണം. എല്ലാം ഉണ്ടാക്കാനായിട്ട് പുറകെ എല്ലാം ചെയ്തു കൊടുക്കും പപ്പ. പക്ഷെ ഇത്രയും മനോഹരമായിട്ട് പിള്ളേരുണ്ടാക്കുന്ന പോലെ ഒന്നും കാരണന്മാരുണ്ടാക്കിയല്ലോ. ഉണ്ടാക്കിയാൽ തന്നെ ഉണ്ടാക്കും. രാത്രി 10:30 നല്ല കുളിരായി. കുളിരും രാവിലല്ലേ ഉണ്ണീശോ പറക്കുന്നത് അല്ലേ? അപ്പോൾ നല്ല തണുപ്പുണ്ട്. അപ്പം നമുക്ക് കുറേ രൂപങ്ങളും കാര്യങ്ങളും ഒക്കെ എടുത്തു വെക്കാനുണ്ടല്ലേ. ഞാൻ നമ്മുടെ കാവൽമാലകനെ മാത്രം ഇവിടെ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി രൂപങ്ങളെല്ലാം പറക്കി വെക്കണം. വായോ, ഞാൻ അതെല്ലാം കഴിഞ്ഞ വർഷം എടുത്ത് വെച്ചിട്ട് ഇന്ന് എടുത്തെല്ലാം തുടച്ചെല്ലാം വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം അങ്ങോട്ട് വെക്കണം. അപ്പം മോള് അതിൻ്റെ ഓർഡർ അനുസരിച്ച് കൊണ്ടുപോകും കാര്യങ്ങളൊക്കെ. മാളക്കുട്ടിയും കുട്ടമ്മോനുടെ
നമ്മുടെ രൂപങ്ങളെല്ലാം പറക്കി വെച്ചിട്ടുണ്ട്. എല്ലാം പെറുക്കി വെച്ചു. അപ്പം നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇപ്പോഴാണ് നമ്മുടെ പുൽക്കൂട് അവസാന ഘട്ടത്തിലായത്. അപ്പം നമ്മളിങ്ങനെ വരുവാണെങ്കിൽ നമ്മുടെ പുൽക്കൂടിൻ്റെ ലുക്ക് കേട്ടോ ഇച്ചിരി ബാക്കി നിന്ന് കാണിച്ചു തരാവേ. ഇതാണ് നമ്മുടെ പുൽക്കൂടിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മളിങ്ങനെ വരുവാണെങ്കിൽ നമ്മുടെ ഉണ്ണീശോയും ഔസപിതാവും മാതാവും പിന്നെ രാജാക്കന്മാരും പിന്നെ ആട്ടുംപറ്റങ്ങളും എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ ഇതെന്നാ കൊച്ചേ? തീയുടെ സൂത്രമാണോ? തീ കായുന്നല്ലേ? തീ കായുന്ന സെറ്റപ്പ് ഉണ്ട്. ഈ സൈഡിൽ കിണറുണ്ട്. പിന്നെ കാവൽമാലാകുണ്ട്. മണ്ടലിൽ നക്ഷത്രമുണ്ട്. എല്ലാ സംഭവം ഉണ്ട്. നമ്മുടെ അയലൊക്കത്ത് പടക്കം പൊട്ടിക്കുന്നു. എല്ലാ സംഭവങ്ങളും വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ടമ്മേ? മാളക്കുട്ടിയുടെ പിന്നെ വേസ്പോടലേ മണ്ണ് വെച്ച് അടിച്ചില്ലേ, അന്നേരം ഇപ്പൊ ലൈറ്റും കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് അസല്ലൊരു മണ്ണുവീട് പോലെ ഉണ്ടല്ലേ? പോലെ നല്ല അടിപൊളിയാ. അത് കൊച്ചിപ്പോഴാ നോക്കുന്നത് കുനിഞ്ഞ്. കണ്ടില്ലായിരുന്നു കേട്ടോ. ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയതിനെ പറ്റി 2 നല്ല വാക്ക് പറയണ്ടാണ്. നല്ല വാക്ക് എന്നല്ല, ഞാൻ അടുക്കളയിലായിരുന്നു കേട്ടോ. ഞാൻ ഇച്ചിരി കറി വെക്കുവാനും പരിപാടിയൊക്കെ ആയിട്ട് ഞാൻ അടുക്കളയിലോട്ട് പോയി. ഇവർ തന്നെ എല്ലാം ചെയ്ത് കുറച്ചൊക്കെ ഞാനും കൂടി. പിന്നെ ഇതൊന്നും ഉണ്ടാക്കിയപ്പോൾ ഞാനില്ലായിരുന്നു. പക്ഷെ ഇത് അടിപൊളിയാട്ടോ. ഇതാരുടെയാണ് ഈ തല? 3 ഇല വെച്ച് കൂട്ടിക്കെട്ടി ഞങ്ങൾ സെറ്റാക്കിയതാ. കൊച്ചല്ല, ചേട്ടാ. പിന്നെ അത് അലങ്കരിക്കാൻ മാത്രമേ ഞാനും കൂടിയുള്ളൂ. ബാക്കിയെല്ലാം എന്നാണ് നല്ല ഭംഗിയാട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇല്ലാത്തായിട്ട് ഒന്നുമില്ല കേട്ടോ. ബലൂണുണ്ട്, മറ്റേ ബൗളുണ്ട്, മറ്റേ നക്ഷത്രമുണ്ട്, തോരണമുണ്ട്, ബലൂണുണ്ട്. ഈ സമയത്തെ പൊന്നുനെ വിശാഖനെ ഓർക്കുന്നു. ക്രിസ്മസിന് അവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിച്ചു പൊളിച്ചാൽ നമ്മളല്ലേ. എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. പൊന്നുവിൻ്റെയും അളിയൻ്റെയും ആദ്യത്തെ ക്രിസ്മസ് കേട്ടോ, കല്യാണം കഴിഞ്ഞിട്ട്. പക്ഷെ 2 പേർക്കും ഡ്യൂട്ടിയാണ്. 2 ഡ്യൂട്ടിക്ക് പോയേക്കുവാണ്. പിന്നെ അവിടുന്ന് വീട്ടിൽ നിന്ന് എല്ലാവരും വിളിച്ചായിരുന്നു. അവരെല്ലാം ആഘോഷിച്ചിരിക്കണു. അപ്പൊ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്നാണ്? അപ്പൊ നമുക്ക് ഓരോ പടക്കമൊക്കെ പൊട്ടിച്ച് കാണിക്കാം. അതിന് മുമ്പ് നമ്മുടെ ഫ്രണ്ടിലെ ലൈറ്റ് ഫുള്ളൊന്ന് ഓഫാക്കി വെച്ചേ. എന്നുവെച്ചാ ആ ഒരു LED ബൾബിന്റെ ആ ഒരു ഭംഗി കിട്ടണമെങ്കിൽ ഉണ്ടല്ലോ, ആ ലൈറ്റിന്റെ വെട്ടം അറിയത്തില്ല നമുക്ക്. ഒന്നുകൂടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈറ്റ് കെടുത്തി കഴിഞ്ഞുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കേട്ടോ. നല്ല രസമല്ലേ? അപ്പോൾ നമ്മൾ തുടങ്ങിയപ്പോൾ ഇത്ര മനോഹരമാകുമെന്ന് ഓർത്തില്ല. നമുക്ക് നല്ല മനോഹരമായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയൊന്ന് കമൻറ്റ് ഇട്ടാലേ അറിയത്തുള്ളൂ. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. അപ്പം ഇനി അടുത്ത വർഷത്തെ ക്രിസ്മസിൻ്റെ സമയത്ത് എനിക്ക് പരീക്ഷയാണ്. ഈ വർഷം ഞങ്ങൾ സീനിയേഴ്സിനൊക്കെ പരീക്ഷയാണ്. ലൈറ്റ് ഇട്ടോ വെച്ചേ. അടുത്ത വർഷം ഇതുപോലെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരും. അപ്പം കൊച്ചു നമ്മുടെ പടക്കം പൊട്ടിക്കാനുള്ള സെറ്റപ്പൊക്കെ നോക്കിയാലോ? അയൽവക്കക്കാരെല്ലാം പൊട്ടിക്കാൻ തുടങ്ങി. ഇനി അങ്ങോട്ട് വാശി കേട്ടോ. ഇനിയിപ്പോൾ രാത്രി ഒരു 12 മണിയാകുമ്പോഴത്തേക്കാണ്. കാരണം ഉണ്ണീശോ പിറക്കുന്ന ആ ടൈം, ആ സമയത്താണ് വെടിക്കെട്ട്. ഭയങ്കരം തന്നെ. ഹൈ റേഞ്ചിലെ ഒരു പ്രത്യേക. നാട്ടിൻപുറത്തൊക്കെ ഇങ്ങനെ ഉണ്ടോന്ന് അറിയത്തില്ല. നാട്ടുപുറത്തുണ്ട്, എല്ലായിടത്തും ഉണ്ടെന്നേ. പ്രത്യേകിച്ച് കോട്ടയത്തൊക്കെ, കോട്ടയം പാലയൊക്കെ ഇഷ്ടം പോലെ. പക്ഷെ ഇവിടെ നല്ല ഇതാണ് ഹൈ റേഞ്ചിൽ. ക്രിസ്മസ് ആഘോഷിക്കാനുള്ള പടക്കങ്ങൾ നല്ല കൊച്ചും കമ്പിത്തിരിയൊക്കെയാണ് കൂടുതൽ. ആദ്യം നമുക്ക് എന്താ ഓരോ മത്താപ്പ് കത്തിക്കാം. അതെ, ഒരു ഒന്ന് ചൂടാകാനായിട്ട് അല്ലേ? ഒരു തീപ്പെട്ടി, ഒരു സാമ്പ്രാണി കത്തിച്ചിട്ടോ. അങ്ങോട്ട് മാറ്റി വെച്ച് കത്തിക്കണേ. വണ്ടി ഓടിക്കോണേ. അപ്പം നമ്മൾ തുടക്കം കുറിക്കുന്ന, അയ്യോ ചെവി കൊത്തട്ടെ.
അപ്പം തുടക്കം കുറിച്ചു. ഈ ഗുണ്ട് പൊട്ടിക്കുമ്പോളേ എപ്പോഴും എന്റെ കൈ അറിയാതെ ചെവിയിൽ ഇവിടെ വരും. എന്നാ സൗണ്ട് ഇതിന്? സൗണ്ട് അല്ലേ? നല്ല സൗണ്ടാ. ഒരെണ്ണം നമ്മൾ തുടക്കം കുറിക്കാൻ വേണ്ടി ഒരേ ഒരെണ്ണം മേടിച്ചു കേട്ടോ. അത് മേടിച്ചല്ല, അവർ അത്രയും രൂപയ്ക്ക് സാധനം മേടിച്ച ഒരെണ്ണം എന്നെ പരിചയമുള്ളതുകൊണ്ട് തന്നാ. അപ്പൊ കൊച്ചിന് മത്താപ്പൂ. അപ്പം ഇഷ്ടം പോലെ സാധനമാണല്ലോ. പൊളിക്കുമല്ലോ. ഇത് പൊളിക്കണം. ഇച്ചിരി പൊളിച്ചിട്ട് ആ ഇരിപ്പും പടുതിയൊക്കെ കണ്ട ഏതാണ്ട് കഴിക്കാനിരിക്കുന്ന പോലെ സന്തോഷത്തോടെ. കുഞ്ഞു മനസ്സാ. കുഞ്ഞു മനസ്സാ. ഒരാൾ ഇവിടെ ഇരുന്ന് ഉള്ളി പൊളിക്കുന്നുണ്ട് കേട്ടോ. അറ്റം പൊളിക്കണോ? ലൈറ്റ് കയറി ഒരെണ്ണം കെടുത്തേക്ക്. ഒറ്റവാടി. അയ്യോ, അത് പടേന്ന് തീർന്നു പോയല്ലോ. പെട്ടെന്ന് തീർന്നു പോയല്ലോ. വേഗം ചെല്ല് അടുത്ത്. ഞാനിച്ചിരി മാറി നിന്നേക്കാം. പടേന്നാ തീർന്നല്ലേ. പപ്പ ഈ കത്തിക്കുന്ന സാധനമില്ലേ, ഇത് ഒരു ഡേഞ്ചർ കേട്ടോ. ഇത് പൊട്ടിത്തെറിക്കും. ഇത് പറഞ്ഞു പൊട്ടിത്തെറിച്ചൂടെ. ആണ്ടോ മാറി ഓടി മാറുന്നതാണ്. വിജയിച്ചില്ല. എന്തായാലും ഈ സാധനം പൊട്ടിത്തെറിക്കുന്നതാട്ടോ. പൊട്ടിത്തെറിച്ച് കേട്ടോ. ഡേഞ്ചറാ സാധനം. നമ്മൾ ഓർത്തെ മത്താപ്പൂ ഇല്ലേ, ആ. അപ്പൊ ഹാപ്പി ക്രിസ്മസ്. എങ്ങനെയാമ്മ കറക്ക ഇതന്നെ ചണ്ട കൂട്ടുന്നു. അല്ല അമ്മ കറക്റ്റ് അമ്മ പ്രാക്ടീസ് ചെയ്യട്ടോ ഈ സാധനം എടുത്തിട്ട്. ഇതിനെ തൊട്ടേ ഇതൊക്കെ കത്തിച്ച് മോക്ക് പരിചയമുണ്ട്. ആണോ? മോള് പുലിയാണ്. കയ്യിരുന്ന കണെങ്കിലും പൊട്ടി തെറിച്ചാൽ മതി, അന്നേരം നൂറാന്ന് വിടും മോള്. ഞാനിപ്പോ തീപ്പെട്ടി എടുത്ത് കത്തിച്ചേ. എന്തൊക്കെയാണ് നടക്കത്തെ? ആദ്യം ഒന്ന് ചൂടാക്കണം ഈ സാധനം. ആദ്യം ഇതൊന്ന് ചൂടാക്കണം. ഇത് തന്നെ പൊട്ടിത്തെറിക്കാതെ പേടിക്കണ്ട. എല്ലാം അടുത്തടുത്ത് നീക്കാം. എന്നാ നോക്കട്ടെ. അപ്പൊ എന്റെ ഒരെണ്ണം, അപ്പാടെ ഒരെണ്ണം, മാളവിന്റെ അമ്മയുടെ ഇരണം കേട്ടോ. നമുക്ക് 6 കത്ത് നോക്കാം. ഇതിപ്പോ തീ കെട്ടാല് 6 കത്തുന്ന് എനിക്ക് തോന്നുന്നില്ല. ആരേലും ഒരാളുടെ കത്ത് വേണേ തണുത്തിരിക്കും. അതാ കത്താൻ താമസം. കൈ കത്താൻ സാധ്യതയുണ്ട്. പേപ്പർ താഴോട്ട് കത്തുന്നല്ലേ. ആ അമ്മയുടെ അത്യാവശ്യം. ഇനി മുട്ടിക്ക്. ആ ഇപ്പോൾ ഒച്ച വന്നേ. ആ കാലേ കൊണ്ടുകഴിഞ്ഞ് നാളെ ഞൊണ്ടണ്ട വരും. അത് അമ്മയുടെ ഒരെണ്ണം മേടിച്ചു പിടിച്ചോ. അമ്മ എന്നാ മറ്റേ പന്തം കത്തിച്ചെന്റെ അവിടെ പോന്നു. അയ്യോ ഇത് തന്നെ പെര കത്തിക്കോ? അമ്മ മറ്റേ കോഴിയെ വെക്കാൻ വേണ്ടി തീ. ആ ഈ കേട്ടോ അമ്മയുടെ ആദ്യം കിട്ടി. എന്റെ അടിപൊളിയാ, കളർഫുള്ളാ.
അത് അങ്ങോട്ട് നോക്കി കാണിക്കുന്നത്. പപ്പായ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കേട്ടോ. അതങ്ങ് കൊടുത്തോ വെച്ചേ. പൊട്ടിക്കണ്ടേ? കഴിഞ്ഞ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് ഓടിച്ചു പോപ്പാനെ. പൊട്ടിച്ചേരാ അത് ഇഷ്ടംപോലെ. അമ്മയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമല്ല അമ്മയ്ക്ക് ഇഷ്ടമല്ല. എനിക്കതറിയാം. ഞാൻ അമ്മയ്ക്ക് വേണ്ടി എല്ലാ വർഷം അത് മേടിക്കും തന്നെ. അമ്മയ്ക്ക് അത് കറങ്ങുന്നതാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഏതാ? ഓ പൊളി 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 പൊളി. ആ അടിപൊളി. അയ്യോ നല്ല ലോങ് ഉണ്ടല്ലോ. അയ്യോ നല്ല നല്ല ലോങ് ഉണ്ടല്ലേ. കൊറേ നേരം കറങ്ങുന്നുണ്ട്. അതെനിക്ക് ഇഷ്ടം കേട്ടോ. അത് ആൾക്കുട്ടി ഞെട്ടി കേട്ടോ. എനിക്ക് ഇടി കത്തിയിട്ടിട്ടുണ്ട്. തീ കെട്ടുപോളൂ. ആ ഞാൻ പോയിട്ട് ന്യൂ ഇയറിന് വരാം. മെഴുക് ഉരുക്കി അതോട്ട് ഒഴിക്കുക. എന്നിട്ട് കത്തുന്നു എന്റെ താനെ. എല്ലാ ഈ ടൈമിലൊക്കെ പടക്കം പൊട്ടിക്കുമായിരിക്കും അല്ലേ മേ? അല്ല നമ്മുടെ വീഡിയോ കാണുന്നതിനും. അതിപ്പോ കത്തൂടി കത്തി. ആ ഇതന്നെ ഇങ്ങോട്ട് വരുന്നത്. ഞാൻ വെച്ചപ്പോഴേ ഓർത്ത ഇത് അതിലേ പോത്തുള്ളന്ന്. കറങ്ങി തിരിഞ്ഞ് മുണ്ടിനകത്ത് വന്ന് കയറാൻ സെറ്റായിരിക്കും. ഇതെന്നെ പോകാത്ത തണുപ്പാണ്. ശ്രീകുട്ടൻ ഇതൊരു കേസ് മേടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് നല്ല സാധനമൊക്കെയാണ്. നമ്മളൊരു 2 എണ്ണം ഇത് കത്തിച്ച് കുപ്പിക്കകത്തൊക്കെ വെച്ച് നമ്മൾ കൈ പിടിക്കാതെ തന്നെ കുപ്പിക്കകത്തൊക്കെ വെച്ച് നോക്കി. ഒരെണ്ണം കത്തിച്ചത് നേരെ സേറയുടെ കൂടിൻ്റെ മണ്ടയിലോട്ട് പോയി. അത് ഉയർന്നു പോകേണ്ട സാധനമാണ്. രണ്ടാമത്തേത് നമ്മൾ ഇവിടെ കിടന്ന് ഈ പെരയുടെ മുകളിൽ ഒരു 3 റൗണ്ട് കറങ്ങിയിട്ട് ഇവിടെ മോളമ്മയെ വെച്ച് നിൽക്കുമായിരുന്നു. ഇവിടേക്ക് വന്ന് പൊട്ടി. അതുകൊണ്ട് നമ്മൾ ഈ സാധനം കത്തിയില് വേണ്ടെന്ന് വെച്ചു. അപ്പൊ അത് പിന്നെ ഇത് കത്തിക്കാം. തൊട്ടടുത്ത് അയൽവക്കക്കാരും ഇല്ലാത്തവര് ഒറ്റയ്ക്ക് വീട് വെച്ച് താമസിക്കുന്നവര് അല്ല അതല്ല പറഞ്ഞത്. ഒറ്റപ്പെട്ടാണെങ്കിൽ കുഴപ്പമില്ല. ഇല്ല അയൽവക്കത്തെ വീട്ടിൽ അവർ കഴിച്ചോണ്ടിരിക്കുമ്പോഴേക്കും കാലിനിടെ കൂടെ കയറുന്നു. ഇത് യഥാർത്ഥത്തിൽ ഇത് ഇവര് ഉണ്ടാക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് അതിനകത്ത് മരുന്നൊക്കെ തണുച്ചത്. ഇതിപ്പോ ഒരു പകുതി കത്തി വരുമ്പോഴത്തേക്ക് ഇതിന്റെ മരുന്ന് തണുക്കും. അപ്പൊ മുകളിലോട്ട് പോയ സാധനം നേരെ താഴോട്ട് വരും. വന്നിട്ട് പിന്നെ നമ്മുടെ പരിക്കകത്തൂടെയൊക്കെ കയറി വരും. അതാണ് പ്രശ്നം. അപ്പം ക്രിസ്മസ് ദിനത്തില് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലെ നാടൻ കോഴി കറിയായിരുന്നു. ഉച്ചക്കത്തിന് കൊച്ചിന്റെ നിർദ്ദേശപ്രകാരം നല്ല എന്തുവാടോ റൈസും ചിക്കനും ഉണ്ടാക്കിയിട്ടുണ്ട്. റൈസും ചിക്കനും ആണ്. അപ്പം ഇന്നലെ പടക്കം പൊട്ടിയൊക്കെ കഴിഞ്ഞപ്പോഴേ ലേറ്റായി കിടന്നപ്പം. അതുകൊണ്ട് എല്ലാവരും ലേറ്റായിട്ടാണ് എണീറ്റത്. എല്ലാരും ഇല്ല, ഞാനും കൊച്ചു. ഞാനിത് പറയാൻ തുടങ്ങുമായിരുന്നു. എല്ലാവരും നിന്നുമല്ല, ഞാനും പപ്പായി വെന്ന് വെക്കുന്ന പറഞ്ഞാൽ 6:30 ഞങ്ങൾ ഏറ്റു. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തു. കുറച്ച് പരിപാടിയൊക്കെ ആയിരുന്നു. ഇനിയിപ്പം 2 സ്ഥലത്തൊക്കെ പോകാനുണ്ട്. രാമേടടുത്തും അച്ഛമ്മേടടുത്തും ഒക്കെ ഒന്ന് പോകാനുണ്ട്.
അതിൻ്റെ ഇടയ്ക്ക് ജോസേട്ടനെ വിളിച്ചായിരുന്നു. ജോസേട്ടൻ ഫോൺ എടുത്തില്ല, തിരക്കാന്ന് തോന്നുന്നു. തിരക്കായിരുന്നു. ഇന്നലെ നമ്മൾ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ തിരക്കായതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. ജോസേട്ടൻ എന്നെയും വിളിച്ചായിരുന്നു, അപ്പനെയും വിളിച്ചായിരുന്നു, അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, നിങ്ങൾ പോകുന്നതിന് ഇവിടെ ഒന്ന് പോകണം. പോകാൻ നമ്മളെ നോക്കി വിളിച്ചാലേ. പോയിട്ട് വരാം. എല്ലാവരും കൂടെ കഴിച്ചാലോ? തുറന്ന് കാണിക്കാവേ. അടിപൊളി അടിപൊളി. അടിപൊളിയായിട്ട് അമ്മ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി, അച്ചാറ് മാത്രമില്ല. വാങ്ങാൻ പഠിച്ച അച്ചാറിനോ? അച്ചാറ് പപ്പടം ഇരിപ്പുണ്ടായിരുന്നു, പക്ഷെ അച്ചാറിടാനൊന്നും സമയം കിട്ടിയില്ല, ഇട്ടുമില്ല. സാരമില്ല. അച്ചാറും പപ്പടവും ഇല്ല. അതുകൊണ്ട് ഇതൊക്കെ കൊടുത്ത് പിള്ളേരെ നമ്മൾ കളിപ്പിക്കുക. അപ്പം ഞാനും ചേട്ടായും കൂടെ ഉപ്പുതറയ്ക്ക് പോയപ്പം കണ്ട കാഴ്ചയാണ് കേട്ടോ. അപ്പം പള്ളിയുടെ ഒരു സൈഡ് തൊട്ട് ഫുള്ള് ആ ഗ്രൗണ്ട് ഫുള്ള് സ്റ്റാറൊക്കെ സൈഡിൽ കൂടെ വെച്ച് ഓരോ കളറിലെ സ്റ്റാറൊക്കെ വെച്ച് ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് വെച്ചേക്കുന്നു കേട്ടോ. ഞാൻ കണ്ടപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മുടെ പള്ളിയൊക്കെ ഇത്രയും സെറ്റായിട്ടിരിക്കുമ്പോഴത്തേക്കേ ഒന്ന് ഇറങ്ങി വീഡിയോ എടുക്കാതെ പോയാൽ മോശമല്ലേ. അപ്പം ഞാൻ പഠിച്ച സ്കൂളും ഞങ്ങളെല്ലാവരും പഠിച്ചത് അവിടെയാണല്ലോ. അപ്പം എല്ലാം നല്ല സെറ്റായിട്ട് അവർ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. പള്ളിയിലാണെങ്കിൽ ലൈറ്റൊക്കെ ഇട്ട് സെറ്റായിട്ട് അത് അവർ തെങ്ങിൻ്റെ മണ്ടയിലാണ്, ഒരു വലിയ സ്റ്റാറാണ്. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് തോന്നുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പള്ളിയിൽ ലൈറ്റ് ഇട്ടിരിക്കുന്നതും ഈ സൈഡിൽ കൂടെ വെച്ചിരിക്കുന്ന ഓരോ കളറിലെ സ്റ്റാറുമാണ് കേട്ടോ. അപ്പം ഞാൻ പള്ളിയിൽ പോയി തിരികെത്തിക്കുന്നതായിരിക്കും. ബൈ.